കവിത്രയങ്ങളിൽ ഒരാളായിട്ടുള്ള വെള്ളത്തോളിനെ പറ്റി വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കവിത്രയങ്ങളിൽ ശബ്ദ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകിയ കവി വെള്ളത്തോൾ നാരായണ മേനോനാണ്. ശബ്ദ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകിയ ആളാണ് ആര്? വെള്ളത്തോൾ നാരായണ മേനോൻ. അതുപോലെ തന്നെ കവിത്രയങ്ങളിൽ പത്മഭൂഷൺ നേടിയ കവി വെള്ളത്തോൾ മാത്രമാണ് പത്മഭൂഷൺ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളത്തോളിന്റെ ആദ്യ ഖണ്ഡകാവ്യം എന്താണ്? ആദ്യ ഖണ്ഡകാവ്യം എന്നാണ് കേട്ടോ ചോദ്യം. അത് ബന്ധനസ്ഥനായ അനിരുദ്ധനാണ്. ബന്ധനസ്ഥനായ അനിരുദ്ധൻ. അതുപോലെ തന്നെ പശ്ചാത്താപം പ്രായച്ചിത്തം എന്നു പേരുള്ള വെള്ളത്തോൾ കൃതി ഏതാണ്? മഗ്ദല മറിയം എന്നാണ് ഉത്തരം. മഗ്ദല മറിയം. വെള്ളത്തോൾ രചിച്ച മഹാകാവ്യം ഏതാണെന്നാണ്? മഹാകാവ്യം ചിത്രയോഗമാണ് കേട്ടോ. മഹാകാവ്യം ചിത്രയോഗമാണ്. അതുപോലെ തന്നെ ചിത്രയോഗത്തിലെ നായിക നായകന്മാർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് അത് താരാവലിയും ചന്ദ്രസേനനുമാണ്. ആരാണ് ചിത്രയോഗത്തിലെ നായിക നായകന്മാർ? താരാവലിയും ചന്ദ്രസേനനുമാണ് കേട്ടോ. അതുപോലെ തന്നെ കൊച്ചു സീതയിലെ നായിക, കൊച്ചു സീത എന്ന് പറയുന്നത് വെള്ളത്തോളിൻ്റെ ഒരു കൃതിയാണ്. അതിലെ നായികയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചമ്പകവല്ലി എന്നാണ് ഉത്തരം വരുന്നത്. ചമ്പകവല്ലി എന്നാണ്. അതുപോലെ തന്നെ വിവേകാനന്ദൻ്റെ ചിക്കാഗോ സന്ദർശനം വിഷയമായി വെള്ളത്തോള് രചിച്ച കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൃഷ്ണപ്പരുന്തിനോട്. എന്താണ്? കൃഷ്ണപ്പരുന്തിനോട്. വിവേകാനന്ദൻ്റെ ചിക്കാഗോ സന്ദർശനം വിഷയമാക്കി വെള്ളത്തോൾ രചിച്ച കൃതിയുടെ പേരാണ് എന്ത്? കൃഷ്ണപ്പരുന്തിനോട് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അണുശക്തിയെക്കുറിച്ചുള്ള വെള്ളത്തോൾ കവിത, അണുശക്തിയെക്കുറിച്ചിട്ടുള്ള വെള്ളത്തോൾ കവിത ഏക ലോകം എന്നാണ് ഉത്തരം. ഏക ലോകം. അതുപോലെ തന്നെ എഴുത്തച്ഛനെ പുതു മലയാൺമതൻ മകേശ്വരൻ എന്ന് വിളിച്ചതാര്? വെള്ളത്തോൾ. എഴുത്തച്ഛനെ, ഇത് ഭയങ്കര പ്രശസ്തമായ കോട്ടിങ്ങാണ്. പുതു മലയാളമതൻ മഹേശ്വരൻ എന്ന് വിളിച്ചത് ആരാണെന്നാണ് ചോദ്യം. വെള്ളത്തോൾ എന്നാണ് കേട്ടോ ഉത്തരം. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ തല എന്ന കവിതയിൽ തല ആരാണ്? മലയാളത്തിൻ്റെ തല എന്ന കവിത എഴുതിയിരിക്കുന്നത് നമ്മുടെ വെള്ളത്തോളാണ്. അത് എൻ്റെ തല എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശങ്കരാചാര്യരാണ് കേട്ടോ. ആരെയാണ്? ശങ്കരാചാര്യരാണ്. അതുപോലെ തന്നെ ശിഷ്യനും മഹനും എന്ന ഖണ്ഡകാവ്യത്തിൽ ശിഷ്യനും മകനും ആരാണ്? പരശുരാമനും ഗണപതിയെ പറ്റിയിട്ടാണ് ശിഷ്യനും മകനും എന്നിട്ടുള്ള ഖണ്ഡകാവ്യം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളത്തോളിൻ്റെ ആദ്യ കവിത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് വെള്ളത്തോളിൻ്റെ ആദ്യ കവിത? അത് കിരാത ശതകം എന്നാണ് കേട്ടോ ഉത്തരം. കിരാത ശതകം. അതുപോലെ തന്നെ സ്വന്തം ജീവിതാനുഭവം പശ്ചാത്തലമാക്കി വെള്ളത്തോൾ രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ബധിര വിലാപം എന്നാണ് കേട്ടോ ഉത്തരം. അത് ബധിര വിലാപം എന്നാണ് ഉത്തരം വരുന്നത്. അതുപോലെ തന്നെ വെള്ളത്തോൾ രചിച്ച ആട്ടക്കഥ, വെള്ളത്തോൾ ഒരു ആട്ടക്കഥ രചിച്ചിട്ടുണ്ട്. അതേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഔഷധാഹരണം എന്നാണ് ഉത്തരം കേട്ടോ. അതുപോലെ തന്നെ വെള്ളത്തോളിൻ്റെ സ്ത്രീ എന്ന സമാഹാരത്തിൽ അവതാരിക എഴുതിയത് ആര്? വെള്ളത്തോൾ സ്ത്രീ എന്നൊരു സമാഹാരം ഉണ്ടാളുടെ അതിന് അവതാരിക എഴുതിയത് ആരാണ്? EMS ആണ് കേട്ടോ. EMS ആണ് അവതാരിക എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളത്തോൾ കവിതകളെ പിന്തുണയ്ക്കുന്ന പഴയകാല നിരൂപകൻ ആരാണ്? കുട്ടിക്കൃഷ്ണമാരാറാണ് വെള്ളത്തോൾ കവിതകളെ പിന്തുണയ്ക്കാൻ മാത്രം ചെയ്തിട്ടുള്ള പഴയകാല നിരൂപകൻ ആരാണെന്നാണ് ചോദ്യം. അത് കുട്ടിക്കൃഷ്ണമാരാറാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തിയിലാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ളത്തോൾ വരുമ്പോൾ കലാമണ്ഡലത്തിലെ ചോദ്യങ്ങൾ നിക്കുബുക്കില്ലാതെ വരുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കവിത്രയങ്ങളിലെ ആളുകളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. അതുപോലെ വിലാപകാവ്യ പ്രസ്ഥാനത്തിനെ പറ്റി അങ്ങനെ ഇങ്ങനെ ആളുകൾ എടുത്തെടുത്ത് എന്ന് വെച്ചാൽ കവിത്രയങ്ങളിൽ വരുന്ന ആളുകളുടെ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട് എടുത്ത് ചോദിക്കാനുള്ള എല്ലാ എക്സാമിനും ചോദിക്കാനാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ നെറ്റിനും സെറ്റിനും ഭയങ്കര ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടിട്ടുമാണ് വരിക. അത് മാറി മറിഞ്ഞൊക്കെ വരാം. നിലവിലൊരു സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെയാണ് വരിക. അത് എക്സാമിന് സമയത്തൊക്കെ കേൾക്കാം. മൊത്തം റിവിഷനൊക്കെ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്രദമാകട്ടെ.